ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ചെറിയഴീക്കൽ കടൽ തീരത്താണ്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഒരു കണ്ടെയ്നർ കടൽ തീരത്ത് അടിഞ്ഞു കിടക്കുന്നത്. ധാരാളം ആളുകൾ ഇത് കാണാൻ എത്തുന്നുണ്ട്. അധികൃതർ പറയുന്നത് ഈ കണ്ടെയ്നർ കിടക്കുന്നതിന് 200 മീറ്റർ ദൂരെ മാറി നിൽക്കണം എന്നുള്ളതാണ്. ഇവിടെ കുട്ടികളുടെ ഒരു കളിസ്ഥലം കൂടിയുണ്ട്. ഈ കണ്ടെയ്നറിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയെത്തിയ ചാക്കുകെട്ടുകൾ ഈ കുട്ടികളുടെ കളിസ്ഥലത്താണ് കിടക്കുന്നത്. ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ്. ആ ഫുട്ബോൾ ഗോൾ പോസ്റ്റിനകത്ത് വരെ ഈ കണ്ടെയ്നറിൽ നിന്നും ഉള്ള ചാക്കുകെട്ടുകൾ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളുടെ ഫുട്ബോൾ കളി മുടങ്ങി. അവർ അതിൽ നിരാശരാണ്. നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ എത്ര മണിക്കാണ് കളിക്കാൻ വരാറ്? 5:30. ചാക്കുകെട്ടുകൾ കണ്ടപ്പോൾ എന്ത് തോന്നി? എന്തുവാന്ന് മനസ്സിലായില്ല. എന്തോ പാട്ട പോലൊക്കെ തോന്നി. ഇനിയിപ്പം ഇവിടെ ഫുട്ബോൾ ഒന്നും കളിക്കാൻ പറ്റില്ല അല്ലേ? ഈ അന്തരീക്ഷം കാരണം ഇപ്പൊ കളിക്കാനൊന്നും പറ്റത്തില്ല. ആരും വരുന്നതും ഇല്ല. എന്റെ കൂട്ടുകാരൊക്കെ എവിടെ? രണ്ടുപേര്. കളി മുടങ്ങി നിങ്ങളുടെ? മുടങ്ങിയായിരുന്നു. ആളൊന്നും വരത്തില്ലായിരുന്നു. ഇത് ഈ അന്തരീക്ഷം കാരണം പറ്റത്തില്ല. നിങ്ങൾ എല്ലാ ദിവസം എത്ര മണിയാകുമ്പോൾ ഇവിടെ വരും? 5 മണി 5:30 ആകുമ്പോ വരും. ഇന്നും പതിവ് പോലെ ഫുട്ബോൾ കളിക്കാൻ വന്നതാ? ഈ അന്തരീക്ഷം കാരണം പിന്നെ പറ്റത്തില്ല. ഈ ഇവിടെ നിങ്ങളുടെ നാട്ടുകാർ മാത്രമല്ല പുറത്തുനിന്നുള്ള ആളുകളും ധാരാളം വരുന്നുണ്ട് ഇത് കാണാൻ. വരും കളിക്കാൻ വരും. 5:30 ആകുമ്പോഴേ കളി തുടങ്ങുന്നത്. ഈ ചാക്കെട്ടുകളൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റൂ. എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ്. അതെ, അതിന് കുറെ നടപടിക്രമങ്ങളുണ്ടെന്നാണ് കളക്ടറൊക്കെ പറയുന്നത്. അതെ, എങ്ങനെയാലും മാറ്റണം. ഇതിപ്പം ഇവിടേക്ക് ധാരാളം ആളുകൾ ഇത് കാണാൻ വരുന്നുണ്ട്. പുറത്തുനിന്നുള്ള ആളുകളും കാണാൻ വരുന്നുണ്ട്. പുറത്തുനിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. ഒരുപാട് പേര് കാണാൻ വന്നു. ഇപ്പൊ കുറവാ ആള്. നേരത്തെ ഒരുപാട് പേരുണ്ടായിരുന്നു. ചേട്ടന്റെ വീട് എവിടെയാ? തൊട്ടപ്പുറത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് അക്കരയാന്നേ ഉള്ളു. നിങ്ങൾ രാവിലെ ഇത് എപ്പോഴാണ് കണ്ടത്? ഇല്ല, ഞാൻ ഇത് 10:30 നമ്മൾ അറിഞ്ഞത്. നമ്മൾ കണ്ടില്ലല്ലോ, നമ്മൾ കണ്ടറിഞ്ഞ് വന്നേ ഇല്ലേ. 10:30 കയറിയെന്ന് പറഞ്ഞാൽ 10:30. അല്ലാതെ ഈ ചാക്കുകെട്ടൊക്കെ ഇവിടെ കിടക്കുന്നത് എന്തോന്നൊന്നും നമുക്കറിയത്തില്ല. എന്തുവാ സാധനമാണ്. കണ്ടവരും അറിയാവുന്നവരൊക്കെ പറയുന്നത് പഞ്ഞിയെട്ട എന്നൊക്കെയാ പറയുന്നത്. കുട്ടികളുടെ കളിക്കളം കൂടിയാണ്. ഇത് കുട്ടികൾ പിള്ളേർ കളിക്കുന്നതായി ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമായി പിള്ളേർ. അവരിപ്പോൾ അവർക്ക് കളിക്കാൻ പറ്റാത്ത മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ അവർ ഒഴിഞ്ഞേക്കായിരിക്കും. ഏതായാലും കണ്ടെയ്നർ തീരത്തേക്ക് വരികയും ഒപ്പം തന്നെ അതിൽ നിന്നുള്ള സാധനങ്ങൾ ചാക്കുകെട്ടുകൾ ഉൾപ്പെടെ ഈ ഗോൾ പോസ്റ്റിനകത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളും നിരാശയിലാണ്. ഇനിയിപ്പോൾ ഈ ചാക്കുകെട്ടുകളൊക്കെ എന്ന് മാറ്റും എന്ന ഒരു ആശങ്ക കൂടി കുട്ടികൾക്കുണ്ട്. രാവിലെ ജില്ലാ കളക്ടർ പറഞ്ഞത് ഈ ചാക്കുകെട്ടുകളും അല്ലെങ്കിൽ കണ്ടെയ്നറിൽ നിന്നുള്ള സാധനങ്ങൾ മാറ്റുന്നതിന് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട്. അത് അനുസരിച്ച് മാത്രമേ ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് മാറ്റാൻ കഴിയൂ എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.